മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ വിശുദ്ധ മൂറോൻ കൂദാശ നടത്തപ്പെട്ടു. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി. സഭയിലെ മെത്രോപൊലീത്തമാർക്കൊപ്പം എത്യോപ്യൻ, എറിത്രിയൻ സഭകളുടെയും റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെയും മെത്രോപൊലീത്തമാർ ചടങ്ങിൽ സംബന്ധിച്ചു. മലങ്കര സഭയിലെ ആദ്യ മൂറോൻ കൂദാശയുടെ 150-ാം വാർഷികത്തിലാണ് ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ വിശുദ്ധ മൂറോൻ കൂദാശ നടന്നത്. ഇത് 11ാം തവണയാണ് ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ മൂറോൻ കൂദാശ നടത്തപ്പെടുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 തന്നെ രാത്രി പ്രഭാത നമസ്കാരങ്ങളോടെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. രാവിലെ 6:40 ചടങ്ങിന് മുഖ്യ കാർമ്മികനായ പരിശുദ്ധ കാതോലിക്ക ബാവയെ കാതോലിക്കേറ്റ് അരമന ചാപ്പലിലേക്ക് ആനയിച്ചുള്ള ഘോഷയാത്ര നടന്നു. 7 മണിയോടെയാണ് മൂറോൻ കൂദാശ ആരംഭിച്ചത്. ഓർത്തഡോക്സ് സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോ സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത ശുശ്രൂഷ സംവിധാനത്തിന് നേതൃത്വം നൽകി. മലങ്കര മൽപ്പാൻ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് റീസ് കോർ എപ്പിസ്കോപ്പ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള വിശദീകരണം നടത്തി. മൂറോൻ കൂദാശയിലെ പരമപ്രധാനമായ ആർക്കിദയാക്കോൻ സ്ഥാനം സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിലാണ് വഹിച്ചത്. റവറന്റ് ഡോക്ടർ MP ജോർജ് കോർ എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘമാണ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. വൈദിക സെമിനാരി മുൻ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജേക്കബ് കുര്യൻ മുഖ്യ സന്ദേശം നൽകി. 12 വൈദികർ, 12 പൂർണ്ണ ഷമ്മാശന്മാർ, 12 ഉപഷമ്മാശന്മാർ തുടങ്ങി പൗരോഹിത്യ ശ്രേണിയിലെ വിവിധ നിലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചാണ് മൂറോൻ ശുശ്രൂഷ പൂർത്തീകരിച്ചത്. ദിവ്യ മൂറോൻ ആഘോഷത്തിനു ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ മൂറോൻ പകർന്ന കുപ്പി വിശ്വാസികൾ ചുംബിച്ച് വണങ്ങിയതോടെയാണ് ചടങ്ങുകൾ അവസാനിച്ചത്. സഭാധ്യക്ഷ പദവിയിലെത്തിയ ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികനാകുന്ന ആദ്യ മൂറോൻ കൂദാശ എന്ന പ്രത്യേകതയും ഇത്തവണത്തെ മൂറോൻ കൂദാശയ്ക്കുണ്ട്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ കുടുംബത്തിലെ അംഗങ്ങളായ എത്യോപ്യൻ, എറിത്രിയൻ സഭകളുടെയും റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെയും മെത്രോപൊലീത്തമാർ ചടങ്ങിൽ സംബന്ധിച്ചു. 8 വർഷങ്ങൾക്ക് ശേഷം നടന്ന മൂറോൻ കൂദാശയിൽ പങ്കെടുക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് സഭാ ആസ്ഥാനമായ ദേവലോകത്തേക്കെത്തിയത്. സി മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.